മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സങ്കല്പം. എല്ലാ മനുഷ്യരും സാമൂഹികപരമായും സാമ്പത്തികപരമായും എല്ലാവരും ഒന്നാണ് എന്ന ഒരു ചിന്തയിൽ ഭൂതകാലത്ത് എന്നോ നടന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന, ഇനി ഭാവിയിൽ വരാൻ പോകുന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ പ്രതീക്ഷയുടെ ഒരു സങ്കല്പമാണ് ഓണം. ഓണം മലയാളത്തിന്റെ ഒരു ഉത്സവം കൂടിയാണ്. അല്ലെങ്കിൽ ഓണം ഓർമ്മപ്പെടുത്തുന്നത് മലയാളത്തെ കൂടിയാണ്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. മലയാളം എന്ന നാട് എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ കേരളം എന്നല്ല. പ്രവാസത്തിൽ ജീവിക്കുന്ന നമുക്ക് എല്ലാവർക്കും, പ്രവാസികളായ നമുക്ക് എല്ലാവർക്കും, മലയാളികൾ എവിടെയുണ്ടോ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ആഘോഷിക്കുന്ന ഓണം. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സമൃദ്ധിയുടെയും അതിലുപരി മഹാബലി എന്ന സങ്കല്പത്തിലൂടെ നമ്മൾ ആഘോഷിക്കുന്നത് മനുഷ്യർ എല്ലാവരും, മനുഷ്യ നന്മകളും അതെല്ലാം വളരെ ഉൾക്കൊള്ളുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഉത്സവമാണ് എന്നതാണ്. മലയാളികളുടെ വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് മലയാളികളുടെ കാർഷികോത്സവം. ഒരു കാലഘട്ടത്തിൽ കൊയ്ത്തുത്സവങ്ങളും കൊയ്ത്തും മെതിയും കഴിഞ്ഞ് പറയും നിറയും നിറച്ച് കർഷകനും കർഷക തൊഴിലാളിയും ജന്മിയും അടിയാനും ഉടയോനും ഒക്കെ ചേർന്ന് ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ഓണം. വള്ളംകളികളുടെ കാലം, തിരുവാതിരയുടെ കാലം, ഓണക്കളികളുടെ കാലം, ഓണപ്പാട്ടുകളുടെ കാലം, ഓണക്കവിതകളുടെ കാലം, ഇതെല്ലാം ഓർമ്മപ്പെടുത്തുന്നത് വളരെ ഗൃഹാതുരമായ നമ്മുടെ ചെറുപ്പകാല കുട്ടിക്കാലത്തെ കുറിച്ചും നമ്മൾ വളർന്നു വന്ന നമ്മുടെ പാരമ്പര്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നിലനിർത്തേണ്ടതായ കുറെ കാര്യങ്ങളുടെയും സങ്കല്പങ്ങളുടെയും അവസ്ഥ കൂടിയാണ്.